ചെല്ലീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാമ്പഴം കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കിതൊരു ബോട്ടിലാക്കി കൊടുക്കാം. നമ്മളിന്ന് നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലെടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമുക്ക് ഇത് നിറച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. ഒരടപ്പെടുത്ത് അടച്ചു കൊടുക്കാം. ഇത് നല്ല ടൈറ്റുള്ള അടപ്പാണ്. നമുക്കിതുകൊണ്ട് അടച്ചു കൊടുക്കാം. എത്ര നാൾ വേണമെങ്കിലും ഇത് കേടുവരാണ്ടിരിക്കുന്നതാണ്. നമ്മൾ കുറച്ച് മാമ്പഴം എടുത്തിട്ടുണ്ട്. മൂവാണ്ടനാണിത്. നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങ നമ്മൾ പഴുപ്പിച്ചെടുത്തേക്കുന്നതാണ്. ഒരു 3 കിലോ മാമ്പഴം ഉണ്ട് ഇത്. അപ്പോൾ നമുക്ക് മാമ്പഴം എങ്ങനെ കേടുവരാണ്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും, ആ ഒരു വീഡിയോ ആണിത്. നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകി ഒന്ന് മുറിച്ച് കൊണ്ടുവരാം. മാമ്പഴം എല്ലാം ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ മാമ്പഴം അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 1/2 കിലോ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്ന് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. കരിഞ്ഞു പോവാണ്ട് നോക്കാം. നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിൽ അടിയിൽ കിടക്കുന്നത് ചിലപ്പോൾ കരിഞ്ഞു പോകും. അത് കാരണം ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. പഞ്ചസാര ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. അധികം കരിഞ്ഞു പോകണ്ട. ഈ ഒരു ലെവലിൽ എടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒഴിക്കുക, അല്ലെങ്കിൽ ദേഹത്തേക്ക് തെറിക്കും. നിങ്ങളുടെ അരിഞ്ഞ് വന്നോളൂ. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും അത് അരിഞ്ഞ് റെഡിയാവും. 4 ഗ്രാമ്പൂ, 2 കഷ്ണം കറുവപ്പട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. നമ്മുടെ പഞ്ചസാര ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഗ്രാമ്പും കറുവപ്പട്ടയൊക്കെ എടുത്ത് മാറ്റാം. പഞ്ചസാര ലൈനി ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി മാമ്പഴം ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ടെ. ഇത്രയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മാമ്പഴം ഒന്ന് വെന്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് വെള്ളം വറ്റട്ടെ. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ മാമ്പഴം ഉള്ള സമയത്ത് ഇങ്ങനെയൊക്കെ തയ്യാറാക്കി വയ്ക്കുക. അത് ഇല്ലാത്ത സമയത്ത് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ജ്യൂസ് അടിക്കാം. അതല്ല നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. വെള്ളം വറ്റിയിട്ടുണ്ട്. ഈ ഒരു അളവിലെടുത്താൽ നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടാറിയിട്ട് നമുക്ക് ബോട്ടിലാക്കി വയ്ക്കാം. അപ്പം നമ്മുടെ കയ്യിൽ മാമ്പഴം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി വയ്ക്കൂ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ വളരെ നല്ലതാണ്. കുറേ നാളൊക്കെ കേടുവരാണ്ട് ഇത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. നമുക്ക് അത്യാവശ്യം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചാൽ മതിയാവും. നമ്മുടെ തേൻ മാമ്പഴം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ.